അമീബിക് മസ്തിഷ്കജ്വരത്തിനുള്ള ചികിത്സയ്ക്കായി വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് മരുന്നെത്തി. ജർമ്മനിയിൽ നിന്നാണ് ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൻ എത്തിച്ചത്. രാജ്യത്ത് തന്നെ അധികം ലഭ്യമല്ലാത്ത മരുന്നുകളാണ് ഇതെന്ന് ആദ്യ ബാച്ച് ക്യാപ്സ്യൂളുകൾ ഏറ്റുവാങ്ങി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോഴിക്കോട് ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വിദേശത്തു നിന്നും മരുന്നുകൾ എത്തിക്കാനുള്ള തീരുമാനം ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്. 3.19 ലക്ഷം രൂപ വില വരുന്ന 56 മിൽറ്റിഫോസിൻ ക്യാപ്സ്യൂളുകളുടെ ആദ്യ ബാച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റുവാങ്ങി. അമീബിക് മെനിഞ്ചോഎൻകഫലൈറ്റിസ് വളരെ അപൂർവമായിട്ട് ഉള്ള ഒരു രോഗമാണ്. പകർച്ചവ്യാധിയല്ല, എന്നാൽ വളരെ റെയറായിട്ടുണ്ടാകുന്ന, ആഗോളതലത്തിൽ തന്നെ വളരെ റെയറായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. രാജ്യത്ത് അതിൻ്റെ അവൈലബിലിറ്റി വളരെ 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 കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കിങ്ങനെ കേസസ് ഉള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു മരുന്നിപ്പോൾ നമുക്ക് ആരോഗ്യ വകുപ്പിന് ഈ ഗ്രൂപ്പ് നമുക്ക് നൽകിയിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്നാണ് ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൻ എത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഡോക്ടർ ഷംസീർ വയലിലാണ് മരുന്ന് എത്തിച്ചത്. വേൾഡിൽ എവിടെയാണ് ഇതിൻ്റെ അവൈലബിലിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്നുള്ള രീതിയിൽ എത്തിക്കാൻ ഉള്ളൊരു ശ്രമമായിരുന്നു നടത്തിയത് ഈ ലാസ്റ്റ് 4 ദിവസത്തിനിടയിൽ. സംസ്ഥാനത്ത് 6ാമത്തെ അമീബിക് മസ്തിഷ്കജ്വര കേസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മരുന്ന് ലഭ്യമാക്കാൻ ഡോക്ടർ ഷംസീറിന്റെ സഹായം തേടുകയായിരുന്നു. കൂടുതൽ ബാച്ച് മരുന്നുകൾ വരും ദിവസങ്ങളിൽ എത്തിക്കുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.